തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച നടന്ന സമസ്ത മുഷാവറ യോഗത്തിന് ശേഷം സമസ്ത ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതായിരുന്നുവെന്ന് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. കൈപ്പേറിയതാണെങ്കിലും സത്യം തന്നെ പറയണമെന്നാണ് പ്രവാചകന്റെ കൽപ്പന എന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു നദ്വിയുടെ വിമർശനം. വസ്തുതകളോടും യാഥാർത്ഥ്യങ്ങളോടും ഒരു നിലയ്ക്കും നിരക്കാത്ത കാര്യമാണ് സമസ്ത പ്രസ്താവന എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചതെന്നും അതിനോട് എങ്ങനെ യോജിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുഷാവറ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് താനാണെന്ന തരത്തിൽ പ്രചരണം നടക്കുന്നുണ്ടെന്നും എന്നാൽ തൻ്റെ പേരിൽ കല്ലുവെച്ച നുണ വ്യാപകമായി പ്രചരിച്ചപ്പോൾ അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. മുക്കം ഉമ്മർ ഫൈസി കള്ളന്മാർ എന്ന വാക്ക് യോഗത്തിൽ ബഹുവചനമായി തന്നെ ഉപയോഗിച്ചിരുന്നുവെന്നും മറ്റു മുഷാവറ അംഗങ്ങളോട് ചോദിച്ചാൽ അത് ബോധ്യപ്പെടുമെന്നും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറയുന്നു. ഇതിനു പിന്നാലെയാണ് താനും കള്ളന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമല്ലോ എന്ന് ചോദിച്ച് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതെന്നും നദ്വി ആവർത്തിക്കുന്നു. വസ്തുത ഇതായിരിക്കെ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ ഉമ്മർ ഫൈസി കാര്യങ്ങളെ വക്രീകരിച്ച് അവതരിപ്പിച്ചെന്നും നദ്വി കുറ്റപ്പെടുത്തുന്നു. ബുധനാഴ്ചയാണ് സമസ്തയുടെ മുഷാവറ യോഗം കോഴിക്കോട് നടന്നത്. യോഗത്തിനിടയ്ക്ക് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ സമസ്ത ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം നിഷേധിച്ച് കുറിപ്പ് ഇറക്കുകയും ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റൊരു ദിവസം യോഗം ചേരുമെന്നും അറിയിച്ചു. യോഗത്തിൽ മുക്കം ഉമ്മർ ഫൈസി കള്ളന്മാർ എന്ന പ്രയോഗം നടത്തിയെന്നും ഇതിൽ പ്രകോപിതനായ ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. ഇക്കാര്യങ്ങൾ ആവർത്തിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നദ്വിയുടെ വിശദീകരണം. ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ബുധനാഴ്ച നടന്ന സമസ്ത മുഷാവറ യോഗത്തിലെ ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ഞാനാണ് ചോർത്തിക്കൊടുത്തതെന്ന് ഒരു വിഭാഗം ഗീബൽസിയം നയമനുസരിച്ച് വ്യാപക പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മർ ഫൈസിയെ മാറ്റി നിർത്തി വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുവെന്നും ഈ വിഷയകമായി യോഗത്തിൽ പൊട്ടിത്തെറിവുണ്ടായെന്നും നിരവധി ചാനലുകൾ വാർത്ത നേരത്തെ പുറത്തുവിട്ടിരുന്നു. എൻ്റെ പേരിൽ കല്ലുവെച്ച നുണ വ്യാപകമായി പ്രചരിച്ചപ്പോൾ അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടത് വ്യക്തിപരമായ ബാധ്യതയായി തീർന്നു. അത് നിർവഹിക്കുക മാത്രമായിരുന്നു ഞാൻ. കള്ളന്മാർ എന്ന ബഹുവചനം തന്നെ ഫൈസി യോഗത്തിൽ പ്രയോഗിച്ചിരുന്നു. അദ്ദേഹമല്ലാത്ത മറ്റു മുഷാവറ അംഗങ്ങളോട് ചോദിച്ചാൽ ഇതിൻ്റെ വസ്തുത അറിയാം. നിങ്ങളുടെ എന്താണ് ഞാൻ മോഷ്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മോഷ്ടിച്ചു എന്നല്ല, കള്ളം പറഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത് എന്നായിരുന്നു മറുപടി. അപ്പോൾ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ താനും ഉൾപ്പെടുമല്ലോ, അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആമുഖ ഭാഷണത്തിൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ മാറി നിൽക്കണമെന്ന് യോഗാധ്യക്ഷൻ ജിഫ്രി തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. 2 മണിക്കൂറിന് ശേഷം താത്വികമായി ചർച്ച തുടങ്ങാനിരിക്കെയും തങ്ങൾ അക്കാര്യം ഉണർത്തി. എന്നാൽ താൻ പോകില്ല എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. തത്സമയം അധ്യക്ഷനെ പിന്തുണച്ച് സംസാരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. വസ്തുത ഇതായിരിക്കെ ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്കും വിഷയം മറ്റൊരു തരത്തിൽ അദ്ദേഹം വക്രീകരിക്കുകയുണ്ടായി. താൻ ഉദ്ദേശിച്ചത് മുഷാവറ അംഗങ്ങളെ അല്ലെന്നും തൻ്റെ കാര്യത്തിൽ ഹർജി നൽകിയവരെ സംബന്ധിച്ചാണ് പരാമർശം എന്നുമായിരുന്നു വിശദീകരണം. അദ്ദേഹത്തിന് അനുകൂലമായി ഹർജി നൽകിയവരും കള്ളന്മാരാണെന്നാണോ? എടവണ്ണപ്പാറയിൽ താൻ ഉദ്ദേശിച്ചത് സ്വാദിഖലി ശിഹാബ് തങ്ങളെ അല്ലെന്നാണ് ഇതുവരെയും അദ്ദേഹം നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാസി ഫൗണ്ടേഷൻ ഉൾപ്പെടെ പേരെടുത്ത് പറഞ്ഞ ശേഷമാണ് അതല്ല ഉദ്ദേശമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ബോധ്യപ്പെടേണ്ട അവകാശം പൊതുസമൂഹത്തിനും. സമസ്തയുടെ പേരിൽ പുറത്തു വന്ന പ്രസ്താവന എൻ്റെ വിശദീകരണത്തിന് വിരുദ്ധമാണെന്ന് പലരും പറയുന്നു. ശരിയാണ്. വസ്തുതകളോടും യാഥാർത്ഥ്യങ്ങളോടും ഒരു നിലയ്ക്കും നിരക്കാത്ത ഒരു പ്രസിദ്ധപ്പെടുത്തുന്നതിനോട് എങ്ങനെ യോജിക്കാനാകും? കളവിനോട് സത്യവിശ്വാസി രാജിയാകരുതെന്നാണല്ലോ ഇസ്ലാമിക കൽപ്പന. കൈപ്പേറിയതാണെങ്കിൽ പോലും സത്യം തന്നെ പറയണമെന്നാണ് തിരുനബിയുടെ അധ്യാപനം. സത്യസന്ധതയും സംഘടനാ വിശദീകരണവും വിരുദ്ധ ധ്രുവങ്ങളിലാവരുതല്ലോ ഒരിക്കലും. സമസ്തയുടെ തനിമയും പാരമ്പര്യവും വളരെ പവിത്രമായി എക്കാലത്തും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം നമുക്ക്. സർവശക്തൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗദർശനമനുസരിച്ച് മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കാനാണ് സത്യസമേതം താങ്കൾക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത് താങ്കൾ എന്ന വിശുദ്ധ ഖുർആനിലെ വാക്യവും ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.